നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് സീറോ കോൺടാക്ട് ഓപ്പണർ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എങ്ങനെ ഒരു സീറോ കോൺടാക്ട് ഓപ്പണർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ഈ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചാൽ, നമുക്കിത് എങ്ങനെ ഒരു സീറോ കോൺടാക്ട് ഓപ്പണർ എങ്ങനെ രീതിയിൽ മാസ്സായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ പ്രൊഡക്ഷൻ നടത്താം. അതിന് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് രീതിയുണ്ട്. ഒന്ന്, നമുക്ക് 3D പ്രിന്റ് ചെയ്തെടുക്കാം. ബ്രാസ് പോലുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലോ നമുക്ക് അത് ലേസർ കട്ട് ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് ആ 3D പ്രിന്റ് എടുക്കാനുള്ള ഡിസൈൻ എങ്ങനെ ഒരു CAD സോഫ്റ്റ്വെയറിൽ എങ്ങനെ വരയ്ക്കാം, അതിന്റെ ഡയമെൻഷനുകൾ എങ്ങനെയാണ്, ആ ഡയമെൻഷനുകൾ എടുക്കാനുള്ള കാരണം, അതുപോലെ തന്നെ ഓരോ പാർട്ടിന്റെയും പ്രോപ്പർട്ടീസ് ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ അത് നമുക്ക് ഇതിന്റെ ഓരോ ചേസിന്റെയും ഉപയോഗങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഡോറിന്റെ കേസ് എടുക്കാം. ഡോറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡോറിന്റെ ടവർ ബോൾട്ട്, അതുപോലെ ഹാൻഡിൽ, അതിന്റെ ലോക്ക്, ഇതെല്ലാം ഇങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പുഷ് ചെയ്തും പുള്ളി ചെയ്തും തുറക്കുന്ന ഡോറുകൾ ഇങ്ങനെ തുറക്കാം. സ്വിച്ചുകൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കീബോർഡുകളാണ്. ATM-ലുള്ള കീസ്, അതുപോലെ സിസ്റ്റത്തിലുള്ള കീസ്, കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നൊക്കെ അടിക്കില്ലേ, അതൊക്കെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ ഈ ക്യാരി ബാഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാം. ഇതുപോലെ പല പല രീതിയിലുള്ള ഉപയോഗങ്ങൾ ഈ സീറോ കോൺടാക്ട് ഓപ്പണറിന്റെ ഓരോ ഭാഗത്തിനുണ്ട്. സോ ഇനി നമുക്ക് പല ഉപയോഗങ്ങളും അത് എങ്ങനെ എടുത്തു വന്നു, ഈ ഡിസൈൻ എങ്ങനെ ഞാൻ സെലക്ട് ചെയ്തെന്നും, ഇതിലുള്ള ഫംഗ്ഷനുകളെ ഓരോ ഭാഗങ്ങളെ ഫംഗ്ഷനുകളെ എങ്ങനെ എടുത്തെന്നും നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ കാണാം. സോ നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. സോ ഇന്ന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ CATIA വേർഷൻ 5 R21 ആണ്. മുൻപ് ഞാൻ പല വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡ്രോയിങ്ങിന് വേണ്ടി ഏത് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാം, അതുപോലെ 3D മോഡൽ ഉണ്ടാക്കി ഏത് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാം. നമ്മളിവിടെ സീറോ കോൺടാക്ട് ഓപ്പണറിന്റെ ലെങ്ത് 87 mm ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വീഡിയോയിൽ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയപ്പോൾ ഈ പ്രോട്ടോടൈപ്പിന് ഈ 87 mm തന്നെ 2 കളറായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കളറിന് കാരണം നമ്മളിത് ഒരു സർഫസിൽ കോണ്ടാക്റ്റിൽ വരുവാണെങ്കിൽ ആ സർഫസിൽ കോണ്ടാക്റ്റ് വരാൻ ചാൻസ് ഉള്ള ഭാഗത്തെയാണ് ഈ ബ്ലൂ ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഭാഗം വൈറ്റ് കളർ കൊടുത്തിരിക്കുന്ന ഭാഗം നമ്മുടെ കൈ പിടിക്കുന്ന ഭാഗമാണ്. അതിന് മറ്റ് സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 കളർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കംഫർട്ട് ആൻഡ് പോർട്ടബിലിറ്റി എന്ന രീതിയിലാണ് ഈ 87 mm ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരു 100 mm മുകളിലുള്ള ഏത് വസ്തുക്കളും നമ്മുടെ കൈ പോക്കറ്റിൽ ഇട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പേഴ്സിലോ ബാഗിലോ ക്യാരി ചെയ്യുമ്പോഴും കൂടുതൽ സ്ഥലം എടുക്കാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 87 mm എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ 87 mm ഞാൻ ഉദ്ദേശിച്ച എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലെങ്ത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിന്റെ തിക്നെസ്. ഈ തിക്നെസ് ഞാൻ 5 mm ആണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ പോർട്ടബിൾ ആവാൻ തന്നെയാണ് ഈ 5 mm കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 5 mm അത്യാവശ്യം സ്ട്രെസ്സും അതുപോലെ തന്നെ ലോഡും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ എക്സ്റ്റൻഷൻ ആണ്. 1 mm 2 എക്സ്റ്റൻഷനുകളാണ്. ഈ എക്സ്റ്റൻഷനുകൾ പ്രധാനമായിട്ട് ടൈപ്പിങ്ങും അതുപോലെ തന്നെ പ്രസ്സിങ്ങും പുള്ളിങ്ങും ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, മുൻപോട്ട് നിൽക്കുന്ന ഈ 2 എക്സ്റ്റൻഷനുകളുടെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.5 mm ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എടുക്കാനുള്ള കാരണം നമ്മുടെ തള്ളവിരൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മളൊരു താക്കോല് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തള്ളവിരൽ പ്രഷർ കൊടുത്തിട്ടാണ് അത് ട്വിസ്റ്റ് ചെയ്യാറ്. സോ ഈ തള്ളവിരലിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഈ 2 ഡിവൈസ് 1.5 mm ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ 2 എക്സ്റ്റൻഷനുകൾക്ക് 1.5 mm ഉണ്ടാക്കുകയാണെങ്കിൽ, ഇതിന് കൃത്യമായിട്ട് അതിൽ ഫിറ്റായിട്ടും കൃത്യമായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യാനും നമ്മുടെ ഡിവൈസിന് പ്രഷർ അപ്ലൈ ചെയ്യാനും അത് ട്വിസ്റ്റ് ചെയ്ത് തുറക്കാനും പറ്റുന്നതാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത് ഒരു ഹുക്ക് പോലെയുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പിൽ ഇത് കാണാൻ സാധിക്കില്ല. ഞാൻ പ്രോട്ടോടൈപ്പ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടി ആയി തോന്നിയൊരു സമയം എന്ന് പറഞ്ഞാൽ, ഈ ഡോർ ഹാൻഡിൽ തുറക്കുന്ന സമയത്ത് ഡോർ ഹാൻഡിൽ ടൈറ്റ് ആണെങ്കിൽ ഈ സീറോ കോൺടാക്ട് ഓപ്പണർ അതിൽ നിന്ന് സ്ലിപ്പായി പോകും. ഈ സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു ഹുക്ക് പോലെയുള്ള ഭാഗം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹുക്ക് പോലെയുള്ള ഭാഗം ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാനും സാധിക്കുന്നതാണ്.
പിന്നെയുള്ള ഒരു അഡീഷണൽ ഭാഗം എന്ന് പറഞ്ഞത് ഒരു ബോട്ടിൽ ഓപ്പണർ ആണ്. ഇത് വെക്കാനുള്ള കാരണം നമ്മൾ പുറത്തു പോകുമ്പോൾ ഈ സീറോ കോണ്ടാക്ട് ഓപ്പണർ യൂസ് ചെയ്യണ പോലെ ഈ ഹോട്ടലിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതലായി ഉപയോഗം വരാറ്. അതുകൊണ്ടാണ് ഒരു അഡീഷണൽ ഫീച്ചർ എന്ന രീതിയിൽ ഒരു ബോട്ടിൽ ഓപ്പണർ കൂടി അതിൽ ഞാൻ ഉൾക്കൊള്ളിപ്പിച്ചത്. ചെറിയ ഹോൾ കൊടുത്തിരിക്കുന്നത് നമുക്കത് കീ ചെയിൻ ആയിട്ട് ഉപയോഗിക്കാനാണ്. ഈ രീതിയിലാണ് നമ്മൾ ഈ സീറോ കോണ്ടാക്ട് ഓപ്പണർ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.